ഫലസ്തീന് വേണ്ടി എഴുതുന്നു, ഫലസ്തീന് വേണ്ടി സംസാരിക്കുന്നു, ഫലസ്തീന് വേണ്ടി നിരന്തരം സംവദിക്കുന്നു. പിന്നെ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കേണ്ടത്? ആരെക്കുറിച്ചാണ് എഴുതേണ്ടത്? ആർക്കു വേണ്ടിയാണ് ശബ്ദമുയർത്തേണ്ടത്? ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ലോകത്ത് നൂറുകണക്കിന് മനുഷ്യാവകാശ സംഘടനകളും ആയിരക്കണക്കിന് സമാധാന പ്രസ്ഥാനങ്ങളും മത്സരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സമയത്ത് സൈനിസത്തിൻ്റെ സാത്താൻ സൈന്യം കുട്ടികളുടെ തലയോട്ടി കൊണ്ട് രാജ്യത്തിന് തറക്കല്ല് പണിയുന്നു. യൂറോമെഡ് ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ പറയുന്നതനുസരിച്ച് ഓരോ 24 മണിക്കൂറിലും 26 ഫലസ്തീനികൾ മരണപ്പെടുന്നു. അതിൽ 9 കുട്ടികളാണ്. പട്ടിണിയും ചികിത്സാ നിഷേധവും ആയുധമാക്കി ബോധപൂർവം മനുഷ്യരെ കൊല്ലുന്ന ഇസ്രായേൽ നയത്തിൻ്റെ ഫലമാണ് ഈ മരണങ്ങളൊക്കെയും. ഗസ മീഡിയ ഓഫീസ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം 326 പേരാണ് പോഷകാഹാരക്കുറവും മരുന്നില്ലായ്മയും കാരണം മരണപ്പെട്ടത്. 80 ദിവസത്തിനുള്ളിൽ 300-ലധികം അബോർഷൻ നടന്നിട്ടുണ്ട് എന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുൻ ഇസ്രായേൽ എം പി മോഷെ ഫേഗ്ലി ഈയിടെ ടെലിവിഷനിൽ നടത്തിയ വംശവെറിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: എവ്രി ബേബി, എവ്രി ചൈൽഡ് ഇൻ ഗാസ ഇസ് എൻ എനിമി. അധിനിവേശ ഭീകരതയുടെ ഇരകളാകാൻ വിധിക്കപ്പെട്ട ഒരു നാടും ഒരുപറ്റം മനുഷ്യരും. കണ്ടില്ലെന്ന് നടിക്കാനാവില്ല നമുക്ക്. മനുഷ്യരുടെ വിലാപങ്ങളോട് ഐക്യപ്പെടാനാവണം. അത് നമ്മളെ വീണ്ടും വീണ്ടും മനുഷ്യരാക്കും.